ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് മീനൊക്കെ അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് കരുതി വെളുപ്പിന് 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് വെച്ച് പിടിപ്പിച്ച്. ഇവനിത് എങ്ങോട്ടാണെന്നോ? UK ഉണ്ടെന്നീ നാട്ടിലെ പോലെ തന്നെ വെളുപ്പിന് തുറക്കുന്ന ഫിഷ് മാർക്കറ്റ്. ലണ്ടനിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്ന ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റ്. ഇന്ന് ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ പതിവിൽ നല്ല ജനപ്രവാഹവും നല്ല ട്രാഫിക്കും ഒക്കെ ഉണ്ട്. 10-15 മിനിറ്റൊക്കെ ബ്ലോക്കിൽ പെട്ടെങ്കിലും ഒരു വിധത്തിൽ ഞങ്ങൾ പാർക്കിംഗ് കണ്ടെത്തി. അങ്ങനെ നേരെ പാർക്കിംഗ് ഫീ അടച്ച് നേരെ മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നു. ഒരു ഇടനാഴിയിലൂടെ സ്റ്റെപ്പും കയറി മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിലായിട്ട് തന്നെ മാർക്കറ്റ് കാണാം. ഒരു വലിയ ഹാൾ മുഴുവൻ സ്റ്റാളൊക്കെ സെറ്റ് ചെയ്ത് ഓരോ കടകളാക്കിയിരിക്കുന്നു. CCTVയും പോലീസും ഒക്കെ കാവലുണ്ട്. പച്ചയ്ക്ക് വച്ച മീനുകൾ മുതൽ ഫ്രോസണും ഉണക്ക മീനുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ ആവശ്യം പോലെ തന്നെ ഒരു പരിഭവവും കൂടാതെ കച്ചവടക്കാർ സമാധാനപരമായി തന്നെയാണ് കച്ചവടം നടത്തുന്നത്. ആളുകൾ കൂടുതലുള്ളതിനാൽ ഞാൻ ഫോൺ അല്പം മുറുക്കിയാണ് പിടിച്ചിരിക്കുന്നത്. എന്തിനാ വെറുതെ രാവിലെ ഒരു ഓടിപ്പിടുത്തം കളിക്കുന്നത്? അങ്ങനെ ഓരോ മീനും വീക്ഷിച്ച് നമ്മുടെ സ്വന്തം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. നമ്മുടെ സ്വന്തം മലയാളി അച്ചായന്മാരുടെ കടയിൽ. അവിടുത്തെ ആ കിളിമീനും മറ്റേ അയലയും മത്തിയും ഒക്കെ ഇങ്ങനെ തുണക്കുട്ടന്മാരായി കിടക്കുന്നു. അതിനിടയ്ക്ക് അതാ ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ അവനെ ചെറുതായിട്ടൊന്നും തലോടി. അവനെ തൊട്ടപ്പോൾ എൻ്റെ പൊന്നു മോനെ, കുമരകത്തി എന്നൊരു ഫീല്. ആരാണെന്നോ? നമ്മുടെ സ്വന്തം കരിമീൻ ഭായ്. അങ്ങനെ കുറച്ച് മത്തിയും തെരണ്ടിയുടെ ഒരു നടുഭാഗവും കുറച്ച് ചെമ്മീനുകളും ഒക്കെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. അപ്പോഴതാ 2 കരിമീൻ കൊണ്ടോക്കോളൂ എന്ന് പറഞ്ഞ് കടക്കാരൻ ചേട്ടായി. ആഹാ, ഇന്നത്തെ കണി കൊള്ളാമോ? അങ്ങനെ ഞാൻ ബാക്കി മാർക്കറ്റ് മുഴുവൻ എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാനായിട്ട് നേരെ നടന്നു. നമ്മുടെ സ്വന്തം കുട്ടനാട്ടിലെ കായലുകളിൽ 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ് സുലഭമായി കണ്ടുവന്ന പിരാനകളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഉണക്കമീനും ഞണ്ടുകളും ഏതോ ഇനത്തിൽപ്പെട്ട വലിയ വലിയ ചെമ്മീനുകളും ഒക്കെ ഇവനോട് തന്നെ കാലന്മാരെ നോക്കി ഇങ്ങനെ കിടക്കുന്നു. ഫ്രീസറിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ ഞാൻ കാണാത്ത മട്ടിലങ്ങ് പോയി. അടുത്ത മാസം ആകാമേ. നാട്ടിലെ പോലെ മീന്തലയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. രാവിലെ 8:30 മാർക്കറ്റ് അടയ്ക്കും. ഇപ്പോൾ തന്നെ കടകൾ ഏറെക്കുറെയൊക്കെ അടച്ചു കഴിഞ്ഞു. തലേ ദിവസം ഏറെ വൈകി ഉറങ്ങിയതിനാൽ രാവിലെ എണീറ്റിട്ട് ക്ഷീണത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. തിരികെ വന്ന വഴിക്കാണ് കണ്ടത് ഒരുമാതിരി കക്കായിറച്ചി പോലെ എന്തോ ഒരു ഐറ്റം ഇങ്ങനെ ഡബ്ബയ്ക്കകത്തിട്ട് അടച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വേറെ ഇവിടെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുറ്റുമുള്ള എല്ലാവരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ച്. 5 വയസ്സ് താഴെയുള്ള കൊച്ചുങ്ങളെയൊന്നും ഇവിടെ കയറ്റത്തില്ല കേട്ടോ. UK മറ്റു സ്ഥലങ്ങളിലെ പോലെ ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അവിടെയും ഇങ്ങനെ റീറ്റെയിലേഴ്സൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് പയ്യെ കണ്ടിരുന്ന് ഇറങ്ങുന്നു, കൊണ്ട് വണ്ടിയിലിട്ട് ഒക്കെ പരിപാടിയുണ്ട്. ഞാൻ നോക്കിയിട്ട് വന്ന വഴി അല്ല ഇവിടെ. അപ്പോഴാണ് ഞാൻ ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. ഞാൻ പോയത് റീറ്റെയിലേഴ്സ് എക്സിറ്റിലാണെന്ന്. ഒരുമാതിരി കോട്ടയം മാർക്കറ്റിൽ പെട്ടുപോയ അവസ്ഥ. പിന്നെ വീണ്ടും അകത്ത് കയറി ഒരു വിധത്തിൽ എക്സിറ്റൊക്കെ കണ്ടുപിടിച്ച് പതിയെ വെള്ളി ഇറങ്ങി. അങ്ങനെ തൽക്കാലം മാർക്കറ്റിനോട് യാത്രയും പറഞ്ഞ് ഞാൻ നേരെ പാർക്കിങ്ങിലോട്ട് നടന്നു. മറന്നുപോയോ? നമ്മുടെ മീൻകുട്ടന്മാർ ഫ്രിഡ്ജും കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചധികം സമയമായി. എന്നാൽ ആയിക്കോട്ടെ, പിന്നെ കാണാം.